ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേക പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നുള്ളതാണ്. റോമാലേഖനത്തിലുള്ള പഠന പരമ്പരയുടെ 18ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. പുതിയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ശക്തമായ അനുഗ്രഹീതമായ സ്വർഗീയ സത്യങ്ങളടങ്ങുന്ന ഒരു ലേഖനം റോമാലേഖനം. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ ആ അധ്യായത്തിൻ്റെ അവസാന വാക്യം 32-ാം വാക്യം വരെ പുറജാതികളോട് ഇടപെടുകയാണ്. ദൈവം ഭൂമിയിൽ മനുഷ്യരോട് ഇടപെടുമ്പോൾ ദൈവം ആദ്യം ചെയ്ത ഉടമ്പടി യഹൂദജനത്തോടാണ്. യഹൂദജനത്തിന് പുറത്തുള്ളവരെയെല്ലാം ബൈബിൾ ഭാഷയിൽ പുറജാതികൾ എന്ന് വിളിക്കപ്പെടുന്നു. അവരാണിപ്പോൾ കോടതിയിൽ നിൽക്കുന്നത്. പൗലോസ് അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ദൈവത്തിൻ്റെ കോപം സ്വർഗത്തു നിന്ന് നിങ്ങളുടെ പേര് വരും. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ സത്യത്തെ തടുത്തു. അനീതി കൊണ്ടും അഭക്തി കൊണ്ടും ദൈവം അതുകൊണ്ട് പ്രതികരിക്കുകയാണ്. ഒരു കോടതി മുറി എന്ന പോലെ പൗലോസ് ഇടപെടുകയാണ്. പൗലോസ് പല കാരണങ്ങൾ ഇതിനു വേണ്ടി നിരത്തി. എന്തുകൊണ്ടാണ് ദൈവക്രോധം നിങ്ങളുടെ മേൽ വരുന്നത്? കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ സത്യത്തെ തടുത്തു. അതാണ് ആദ്യമായി നൽകിയ തെളിവുകൾ, സാക്ഷികൾ ഇവർക്കെതിരെ നിൽക്കുകയാണ്. ഒന്നാമത്, അവർക്ക് ലഭിച്ചതായ അറിവ് അവർ അടിച്ചമർത്തി തടുത്തു. രണ്ടാമത്തെ തെളിവ് മനഃപൂർവമായ അജ്ഞത. മൂന്നാമത്തെ തെളിവ് നാം ചിന്തിക്കാൻ പോകുന്നത് അത് അവരുടെ ധിക്കാരപരമായ അവഹേളനം. അപ്പോൾ മനഃപൂർവമായിട്ടുള്ള അവരുടെ ഈ അജ്ഞതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയ സൃഷ്ടിയിലൂടെ. 2 വിധത്തിലാണ് ദൈവം തൻ്റെ പരിജ്ഞാന ലോകത്തിന് നൽകുന്നത്. ഒന്ന്, താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിലൂടെ അവൻ്റെ പ്രവൃത്തികൾ അവൻ്റെ സൃഷ്ടികളാൽ അവൻ്റെ പ്രവൃത്തികളാൽ വെളിപ്പെട്ട് വരുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം പറഞ്ഞു. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി ഈ 2 സ്വഭാവങ്ങൾ, അദൃശ്യ ലക്ഷണം. ദൈവം അദൃശ്യനാണ് എങ്കിലും അദൃശ്യ ദൈവത്തിൻ്റെ രണ്ട് സ്വഭാവ സവിശേഷതകൾ. എവിടെ മുതൽ? ലോക സൃഷ്ടി മുതൽ. ഇപ്പോൾ സൃഷ്ടി മുഴുവൻ ദൈവത്തെ വിളിച്ചു പറയുകയാണ്. അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, സ്വഭാവങ്ങൾ വെളിവാക്കി തരികയാണ്. ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരികയാണ്. ഈ വെളിച്ചവർക്കുണ്ടായിരുന്നു, പക്ഷെ അവരത് മനഃപൂർവ്വമായി അത് അവഗണിച്ച് കളഞ്ഞു എന്ന് നമ്മൾ കണ്ടു. അപ്പം 2 വിധത്തിൽ ദൈവം വെളിപ്പെടുത്തി. ഒന്ന് പ്രകൃതിയിലൂടെ, മറ്റൊന്ന് പ്രത്യേകമായ വെളിപാട്, പ്രകൃതികൾക്കും അതീതമായ വെളിപാട്, അത് തിരുവെഴുത്തുകളിലൂടെയുള്ള വെളിപാട്. ഇപ്പോൾ ദൈവത്തെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. തെളിവായിരുന്നു ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ. ഇത്ര തെളിവായി വെളിപ്പെടുത്തിയിട്ടും മനുഷ്യർ അതിനെ അമർത്തിക്കളഞ്ഞു, തടുത്തു കളഞ്ഞു. മനഃപൂർവമായ അജ്ഞത, ദൈവത്തിൻ്റെ വെളിപാടുകൾക്കെതിരെയുള്ള മനുഷ്യൻ്റെ പ്രവൃത്തി. എന്നിട്ട് മനുഷ്യ വിഗ്രഹാരത്തിലേക്ക് തരം താഴുകയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനം ദൈവം പ്രകൃതിയിലൂടെ വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾക്കിനി ന്യായീകരണമില്ല, നിങ്ങൾക്കിനി ഒഴികഴിവ് പറയാൻ അവകാശമില്ല. ഇപ്പോൾ നമ്മളെ സ്കൂളിൽ വിദ്യാർത്ഥികളെ വേണ്ട പോലെ സിലബസുകൾ പൂർണ്ണമായി പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ നമുക്കൊരിക്കലും അവരോട് ചോദ്യം ചെയ്യാൻ, പരീക്ഷ ഇടുവാൻ സാധിക്കില്ല. കാരണം സിലബസ് പൂർണ്ണമായി പഠിപ്പിച്ചിട്ടില്ല, പൂർണ്ണമായി കൊടുക്കേണ്ട അറിവ് കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ദൈവം പ്രജാതികൾക്ക് വേണ്ടി അവർക്ക് ആവശ്യമായ അറിവ് അവർക്ക് കൊടുത്തു. പക്ഷേ ഈ അറിവിനെ അവർ എന്ത് ചെയ്തു? തടുത്തു. മനഃപൂർവ്വമായി അതിനെ അവഗണിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്കിനി ഒഴികഴിവില്ല, നിങ്ങൾക്കിനി ന്യായീകരണമില്ല. ദൈവം ആവശ്യമായ അറിവ് അവർക്ക് കൊടുത്തു. ഈ അറിവ് അവരെ മുന്നോട്ട് നയിക്കാനുള്ളതാണ്. ഇപ്പോൾ റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, അതിനെ തെറ്റായി ഉപയോഗിക്കാറുണ്ട്. പ്രകൃതി വാദഗതികൾ. കാരണം ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചും അറിയാൻ പ്രകൃതി മാത്രം മതി എന്നൊരു ചിന്താഗതിയുണ്ട്. മറ്റൊരു പ്രത്യേക വെളിപാടിൻ്റെ ആവശ്യമില്ല. ഈ പ്രകൃതി തന്നെ ദൈവത്തെക്കുറിച്ച് മുഴുവനായിട്ട് നമുക്ക് അറിയിച്ചു തരും എന്നൊരു ചിന്താഗതി നിലനിൽക്കുന്നുണ്ട്. അത് പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവം നൽകി തന്ന വെളിപാടിന് വിരുദ്ധമാണ് അപ്രകാരമുള്ള ചിന്താഗതി. ശരിയാണ്, ഈ പ്രകൃതിയിലൂടെ നമുക്ക് ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. മുഴുവൻ അറിയാൻ പറ്റില്ല. ദൈവം ഉണ്ടെന്നറിയാം, പക്ഷെ ദൈവം ആരെന്നറിയാൻ പറ്റില്ല പൂർണ്ണമായിട്ട്. ഒരു നൈജീരിയക്കാരനായൊരു യുവാവ് ക്രിസ്തുവിലേക്ക് കടന്നു വന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്.
മനുഷ്യൻ പറഞ്ഞ അഭിപ്രായം ഇങ്ങനെയാണ്: ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ കാട്ടിലൂടെ ഓടി നടക്കുമായിരുന്നു, നൈജീരിയയിലെ കാടുകളിലൂടെ. എനിക്ക് മനസ്സിലായി, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആരോ ഒരാളുണ്ട്. ഞാൻ ഈ വലിയ ഉയർന്ന വൃക്ഷങ്ങളെയും രാത്രി നക്ഷത്രങ്ങളെയും ആകാശത്തെയുമൊക്കെ നോക്കി നിൽക്കും. ആരോ ഒരാൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതൊക്കെ മനസ്സിലായി. പക്ഷെ ആ ആൾ ആരാണ്, എന്ത് പേര് പറഞ്ഞ് വിളിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമത്തിലേക്ക് ഒരു മിഷണറി കടന്നു വന്നു. ഒരു സ്ത്രീ, ഭർത്താവും ഭാര്യയും. അവർ ഞങ്ങളെ വായിക്കാൻ പഠിപ്പിച്ചു. ഞങ്ങളെ വായിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് ബൈബിൾ തന്നു. ബൈബിൾ ഞങ്ങൾക്ക് വായിക്കാൻ ഇട വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ദൈവത്തെ എങ്ങനെ വിളിക്കണമെന്ന്, ആ ദൈവം ആരാണെന്ന്. ഈ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഈ വൃക്ഷങ്ങളെയൊക്കെ സൃഷ്ടിച്ച ദൈവം ആരാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. കാരണം വചനം, ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ ഞാൻ വായിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ പ്രകൃതിയിലൂടെ കിട്ടിയ വെളിച്ചം അത് പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഈ ലോകത്തിൽ ഈ പ്രകൃതിയിലൂടെ എല്ലാ ദൈവിക സത്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഏകദൈവമുണ്ടെന്ന് പോലും പ്രകൃതി കൊണ്ട് പറയില്ല, പ്രകൃതിയിലൂടെ കാണാൻ പറ്റില്ല. പക്ഷെ ദൈവമുണ്ടെന്നറിയാം. കാരണം രണ്ട് സ്വഭാവങ്ങൾ ദൈവത്തിൻ്റെ, രണ്ട് അദൃശ്യമായ ദൈവത്തിൻ്റെ രണ്ട് ലക്ഷണങ്ങൾ: ഒന്ന് നിത്യശക്തി, ദിവ്യത്വം. ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കൂടുതൽ വെളിപാട് വേണം, കൂടുതൽ അറിവ് വരണം. അതിനാണ് പ്രത്യേകമായ വെളിപാട് ആവശ്യമായത്. ആ വെളിപാട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറഞ്ഞതുപോലെ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെന്ന വലിയ സത്യം ആ പ്രത്യേക വെളിപാട് വന്നപ്പോഴാണ് കിട്ടിയത്. ഈ ലോകത്തെ ദൈവം സ്നേഹിക്കുന്നു. ലോകത്തിലെ മനുഷ്യൻ പാപത്തിൽ നശിച്ചു പോകരുത് ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യ പാപത്തിലാണ്. പാപം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നു. ആ പാപപ്രശ്നം പരിഹരിക്കാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ അയച്ചു. പുത്രനിൽ വിശ്വസിക്കുന്നവർ നിത്യജീവൻ്റെ അവകാശികളാകും. ഈ സത്യം പ്രത്യേക വെളിപാടിലൂടെയാണ് കിട്ടിയത്. അപ്പോൾ ഈ പ്രകൃതിയിൽ നമുക്ക് ദൈവത്തിൻ്റെ വിരലടയാളം കാണാം. 19-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ശരിയാണ്, പ്രകൃതിയിൽ ദൈവത്തിൻ്റെ വിരലടയാളം കാണാം. പക്ഷേ പാപികളായി നമുക്ക് വേണ്ടത് എന്താണ്? ക്രിസ്തുവിൻ്റെ കയ്യിൽ ആണിപ്പാടുകളാണ്. ആ ആണിപ്പഴുതുകളാണ് നമുക്ക് വേണ്ടത്. ഒരു മനുഷ്യൻ ഒരുപക്ഷെ ദൈവത്തെ നിന്ന് അകന്ന് കിടക്കുന്നവനാണെന്ന് ഈ പ്രകൃതിയിലൂടെ കാണാൻ സാധിക്കും. പക്ഷെ അവൻ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പ്രത്യേക വെളിപാടുകളിലൂടെ ലഭിക്കുകയാണ്. ഇപ്പോൾ പൗലോസ് ഇവിടെ ഏതൻസ് എന്ന പട്ടണത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഈ പ്രകൃതിയിലൂടെ വെളിപാടുകളെ ഉപയോഗിച്ചു. എന്നിട്ട് ഈ ഏതൻസിലുള്ള പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ പ്രവർത്തന പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 24-27 വാക്യങ്ങളിൽ പൗലോസിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 17:24. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിന് ഭൂമിക്ക് നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിന് മുട്ടുള്ളവനെന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി ഇവിടെ നിവാസത്തിൻ്റെ അതിരുകളും കാലുകളും നിശ്ചയിച്ചു. 27-ാം വാക്യം ശ്രദ്ധിക്കുക. എന്തിനാണ് ഇപ്രകാരം ലോകത്തെ സൃഷ്ടിച്ചത്? മനുഷ്യരെ പല അതിരുകളിലേക്ക് വേർതിരിച്ച് പലയിടങ്ങളിലാക്കി ദൈവം താമസിപ്പിച്ചത്. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിലാർക്കും അകന്നിരിക്കുന്നവനല്ലതാണ്. അപ്പോൾ ദൈവത്തെ മനുഷ്യർ തപ്പി നോക്കി കണ്ടെത്തണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയാകുന്ന ദൈവം അവർക്ക് വെളിവാക്കി. ഈ വെളിവാക്കിയ ഈ അറിവ് കൂടുതൽ ദൈവത്തെ അറിയാനായിട്ട് ഒരാളെ പ്രോത്സാഹിപ്പിക്കണം. ഈ പ്രകൃതിയിലൂടെ ദൈവം തന്നെക്കുറിച്ച് അറിയാകുന്നത് വെളിപ്പെടുത്തിയത് ഈ അറിവിൽ ഒരു ആഗ്രഹം മനുഷ്യന് ജനിക്കണം. കൂടുതൽ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കണം. അങ്ങനെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ പ്രത്യേക വെളിപാടായ ബൈബിളിലേക്ക് വരും. ബൈബിൾ വായന, ബൈബിൾ പഠനം തുടങ്ങും. കാരണം ഈ പ്രകൃതിയിലൂടെ മനസ്സിലായി ഒരു നിത്യശക്തി, ദിവ്യത്വമുള്ള ഒരു ശക്തിയുണ്ട്. ആ ഒരു തെളിവ് കണ്ട വ്യക്തി ആ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ ആ വെളിപാടുകളിലേക്ക് വരും, വിശുദ്ധ ബൈബിളിലേക്ക്. ഇതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞത്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും. അടുത്ത പ്രയോഗം വളരെ പ്രധാനമാണ്. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ മനുഷ്യർ തപ്പി നോക്കി കണ്ടെത്തണം, അന്വേഷിക്കണം.
കർത്താവ് യേശുക്രിസ്തു പോലും മത്തായി 7:7 ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. ചോദ്യം നമ്മോട് തന്നെയാണ് ചോദിക്കുന്നത്. നാം അന്വേഷിക്കുന്നുണ്ടോ ദൈവത്തെ? ഒരു പ്രതികൂലത്തിൻ്റെ, സംഘർഷത്തിൻ്റെ, ബുദ്ധിമുട്ടത്തിൻ്റെ, വേദനയുടെ, കഷ്ടത്തിൻ്റെ, രോഗത്തിൻ്റെ നടുവിൽ നാം ആരെയാണ് അന്വേഷിക്കുന്നത്? ദൈവത്തിൻ്റെ വാഗ്ദാനം അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണ്. ഇപ്പോൾ പുറജാതികളായിട്ടുള്ളവർ പൂർവ്വപിതാക്കന്മാരിലൂടെ അവർക്ക് പല വഴികളിലൂടെ കിട്ടിയതായ വെളിച്ചം അവിടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയി. കാരണം അടുത്ത നടപടി അവർ എടുത്തില്ല. ആ വെളിച്ചത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ അവർ ശ്രമിച്ചില്ല. അവർ ലഭിച്ച വെളിച്ചത്തെ കോട്ടിക്കളഞ്ഞു. ലഭിച്ച സത്യം അവരെ നിലനിൽക്കാൻ അനുവദിച്ചില്ല. സത്യം നമ്മിൽ നിൽക്കാൻ ഒരു വിത്ത് മണ്ണിലിടുന്നത് പോലെ സത്യം നമ്മിൽ നിൽക്കാൻ നാം അനുവദിക്കണം. അവരതിനെ തട്ടിക്കളഞ്ഞു, തടുത്തു. പക്ഷേ നദികൾ പിന്നെയും ഒഴുകിക്കൊണ്ടിരുന്നു, പുഷ്പങ്ങൾ പിന്നെയും പുഷ്പിച്ചുകൊണ്ടിരുന്നു, സൂര്യൻ വീണ്ടും പ്രഭയോടെ ശോഭിച്ചുകൊണ്ടിരുന്നു, മഴവില്ലുകൾ മഴയ്ക്ക് ശേഷം ആകാശത്ത് തെളിഞ്ഞു നിന്നു, നക്ഷത്രങ്ങൾ രാത്രി കണ്ണു ചിമ്മി. അതായത് ദൈവം തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം മനുഷ്യർ തന്നെ അവഗണിച്ചിട്ട്, തൻ്റെ സത്യം തടുത്തിട്ടും ദൈവം തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം തന്നുകൊണ്ടേയിരുന്നു. പുറജാതികൾക്ക് ദൈവം കൊടുത്ത പ്രകാശം അവരത് അവഗണിച്ച്, അവർ ലഭിച്ച പ്രകാശം സത്യത്തിനനുസരിച്ച് അവർക്ക് ജീവിക്കാൻ തയ്യാറായില്ല. നമുക്ക് ലഭിക്കുന്ന സത്യമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ ഒരുപക്ഷെ സത്യം തടയപ്പെടും. ഇനി ചിലപ്പോൾ സത്യം ലഭിച്ചെന്ന് വരില്ല. അതുകൊണ്ടാണ് പൗലോസ് ശക്തമായി പറഞ്ഞത്, നിങ്ങൾക്കിനി പ്രതിവാദമില്ല, നിങ്ങൾക്കിനി എക്സ്ക്യൂസ് ഇല്ല, അതായത് നിങ്ങൾക്കിനി ന്യായീകരണമില്ല, ഇനി നിങ്ങൾ ന്യായീകരണം നടത്തരുത്. പൗലോസ് ശക്തമായി പറഞ്ഞു, നിങ്ങൾക്ക് ന്യായീകരണത്തിന് അവകാശമില്ല. ഇത് യഹൂദന്മാരോടും പറയും. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം റോമലേഖനത്തിൽ, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല, നിനക്ക് എക്സ്ക്യൂസ്, ന്യായീകരണം പറയാൻ അവകാശമില്ല. നീ നിന്നെ ശ്രദ്ധിക്കുന്നില്ല, മറ്റുള്ളവരെ വിധിക്കുന്നു. അത് യഹൂദന്മാരോട് പറയും 2-ാം അധ്യായം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിനി ഒഴികഴിവില്ലെന്ന് പറയുമ്പോൾ മനുഷ്യർ ഒഴികഴിവ് പറയുന്നില്ലെന്നല്ല. ലോകത്തിലെല്ലാ കാലവും ഇന്നും മനുഷ്യർ അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതിരിക്കാൻ പല ന്യായീകരണങ്ങൾ പറയും. ആ സ്വഭാവം മനുഷ്യരിൽ ഇന്നുമുണ്ട്. നമ്മൾ മനുഷ്യരിൽ അവൻ്റെ കയ്യിൽ ഒരു പേഴ്സ് കണ്ടില്ലെന്ന് വരും, പക്ഷെ ന്യായീകരണമില്ലാത്തൊരു മനുഷ്യൻ കാണില്ല. അവൻ എന്തിന് ന്യായീകരണം പറയും? എന്തുകൊണ്ട് വൈകി? എന്തുകൊണ്ട് ബൈബിൾ വായിച്ചില്ല? എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല? എന്തുകൊണ്ട് കൂട്ടായ്മയ്ക്ക് പോയില്ല? എന്തുകൊണ്ട് കള്ളം പറഞ്ഞു? എന്തുകൊണ്ട് സത്യം പറഞ്ഞില്ല? എന്തുകൊണ്ട് അനുസരിക്കേട് കാണിച്ചു? ഇതിനെല്ലാം ന്യായീകരണങ്ങൾ പറയും. മനുഷ്യൻ ന്യായീകരണം തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ പൗലോസ് ന്യായീകരണമില്ലെന്ന് പറയുന്നത്, പ്രതിവാദമില്ലെന്ന് പറയുന്നത്, ന്യായമായ സത്യസന്ധമായ ഒരു ഒഴികഴിവ്, ന്യായീകരണം നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്നാൽ അത്രയധികം തെളിവാണ്, അത്രയധികം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു തന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ന്യായമായ സത്യസന്ധമായ ഒരു പ്രതിവാദമില്ല. നിങ്ങളുടെ സ്വഭാവത്തെ ന്യായീകരിക്കാൻ ഇനി വഴിയില്ല. അപ്പോൾ ഈ ചിന്തകൾ ഉപസംഹരിക്കുമ്പോൾ പൗലോസ് കോടതി മുറിയിൽ നിന്നുകൊണ്ട് ശക്തമായി തൻ്റെ വിരൽ അവർക്കെതിരെ ചൂണ്ടുകയാണ് പുറജാതികളോട്. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചതല്ല. പൗലോസ് പറയുന്നു, ദൈവം നിങ്ങളെക്കുറിച്ച് കരുതുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ നിങ്ങളെ താമസിപ്പിച്ചത്, നിങ്ങളെ ആക്കി വെച്ചത്. എന്തിന്? തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ, ദൈവത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ദൈവത്തെ നിങ്ങൾക്ക് അറിയാൻ കഴിയുമായിരുന്നു. കാരണം ദൈവം തന്നെയാണ് വെളിപ്പെടുത്തിയത്. പക്ഷെ നിങ്ങൾ മനഃപൂർവ്വം ദൈവത്തിൻ്റെ വെളിപാടുകളെ അവഗണിച്ചു. അതുകൊണ്ട് നിങ്ങൾക്കിനി പ്രതിവാദമില്ല. ഇത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾ അടുക്കൽ വന്ന വെളിച്ചം, സത്യം നിങ്ങൾ തടുത്തു. അതുകൊണ്ട് പൗലോസ് ആവർത്തിച്ച് പറയും, നമുക്ക് കേൾക്കാം, ഇനി പ്രതിവാദമില്ല, നിങ്ങൾക്കിനി പ്രതിവാദമില്ല, നിങ്ങൾക്കിനി പ്രതിവാദമില്ല. മൂന്നാമത്തെ തെളിവ് പൗലോസ് നിരത്തുന്ന 21-22 വാക്യത്തിലാണ്. നമുക്കിത് ആരംഭിച്ചിട്ട് ബാക്കി തുടരാം. 21-22 വാക്യത്തിൽ പറഞ്ഞു, അവർ ദൈവത്തെ അറിഞ്ഞിട്ട് അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഇവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ഇപ്പോൾ മൂന്നാമത്തെ തെളിവ് പൗലോസ് അവർക്കെതിരെ നിരത്തുന്നു, ധിക്കാരപരമായ അവഹേളനം. ഒരു ധിക്കാരപരമായ തരത്തിലാണ് ദൈവത്തോട് അവർ പെരുമാറി അവഹേളനം ചെയ്തു. ഇവിടെയും പ്രതിയോഗിയുടെ എതിർപ്പ് നമുക്ക് കേൾക്കാം സാങ്കല്പികമായിട്ട്. ഒരുപക്ഷെ പൗലോസിനോട് അവർ പറയുന്നു, പൗലോസ് ഇത് കുറച്ച് കൂടിപ്പോയി, പൗലോസ് ഇതിൻ്റെ വാക്കുകൾ കട്ടിയാണ്, മനുഷ്യർക്കൊരിക്കലും ദൈവത്തെ അറിയാൻ പറ്റില്ല.
മനുഷ്യരുടെ ജീവിതത്തിൽ കുറ്റപ്പെടുത്താൻ പാടില്ല. അതിന് പൗലോസ് പറയുന്ന മറുപടി, പൗലോസ് പറയുന്ന പ്രശ്നം മനുഷ്യർക്ക് ദൈവത്തെ അറിയാൻ പറ്റില്ലെന്നല്ല, മനുഷ്യർക്ക് ദൈവത്തെ അറിയാൻ കഴിയില്ലെന്നല്ല, പക്ഷെ നിങ്ങൾക്കറിയാൻ ആഗ്രഹമില്ല, നിങ്ങൾക്കറിയാൻ താല്പര്യമില്ല. അതാണ് പ്രശ്നം. അതാദ്യം മനസ്സിലാക്കുക. ദൈവത്തെ അറിയാൻ, വചനം സത്യം അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. കാരണം അതിൻ്റെ 28-ാം വാക്യം പറയുന്നത് പ്രയോഗം ഇങ്ങനെയാണ്: ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം. നിങ്ങൾക്ക് ഇഷ്ടമില്ല ദൈവത്തെ അറിയാൻ, ദൈവത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഈ വേദഭാഗം നമുക്കൊന്ന് പ്രകാശിപ്പിക്കാം, തുറക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടു 21-ാം വാക്യത്തിൽ വ്യക്തമായി പൗലോസ് പറഞ്ഞു, അവർ ദൈവത്തെ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ചില വേദഭാഗങ്ങൾ ഗലാത്യർ 4:8 ദൈവത്തെ അറിയാത്ത ജാതികളെന്ന പ്രയോഗം കാണാം. കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 1:21 ലോകം തൻ്റെ ജ്ഞാനത്താൽ ദൈവത്തെ അറിയുന്നില്ല എന്ന് കാണാം. 1 തെസ്സലോനിക്കർ 4:5 ദൈവത്തെ അറിയാത്ത ജാതികൾ എന്ന് പ്രയോഗമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ചോദ്യമുണ്ടാകും, പൗലോസ് പറഞ്ഞ ഘടകവിരുദ്ധമല്ലേ ദൈവത്തെ അറിയാത്ത ജാതികളെന്ന് പറയുമ്പോൾ? പക്ഷെ ഇവിടെ പറയുന്നു അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ജാതികളോട് സംസാരിക്കുമ്പോൾ. അപ്പോൾ അത് വൈരുദ്ധ്യമാണോ? അല്ല, തീർച്ചയായും ഇവിടെ പൗലോസ് സംസാരിക്കുന്നത് ഈ പുറജാതികളായിട്ടുള്ളവർക്ക് ദൈവം തന്നെ അറിയുവാനുള്ള വഴികൾ തുറന്നു കൊടുത്തു. പക്ഷേ ആ സത്യത്തെ ഇവരെന്ത് ചെയ്തു? തടുത്തതുകൊണ്ട് ഇപ്പോൾ ഇനി ദൈവത്തെ അറിയാൻ പറ്റില്ല. അവർ ദൈവത്തെ അറിയാനുള്ള വഴികൾ ദൈവം വെച്ചു. ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി ദൈവത്തിൻ്റെ അദൃശ്യമായ ലക്ഷണങ്ങൾ ഇവിടെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെടുത്തി. പക്ഷെ അതിനെ തടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ പിന്നെ അറിയാൻ പറ്റില്ല. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ പറ്റില്ല. കാരണം കിട്ടിയ വെളിച്ചം, കിട്ടിയ അറിവ്, പരിജ്ഞാനം നിങ്ങൾ തടുത്തു, അവഗണിച്ചു, വേണ്ടാന്ന് വെച്ചു. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു, എനിക്ക് വചനം വായിക്കണ്ട, പഠിക്കണ്ട എന്ന് തീരുമാനം നിങ്ങളെടുത്തു. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് ഇവർ എത്തിയത്? ഈ അവസ്ഥയിൽ പെട്ടെന്ന് വന്നതാണോ? അതോ മറ്റേത് അവസ്ഥകളുണ്ടോ, സ്വഭാവങ്ങളുണ്ടോ ഇവിടേക്ക് എത്തിയാൻ കാരണമായി? തീർച്ചയായും പൗലോസ് കാണിച്ചിരിക്കുകയാണ്. വ്യക്തമായ ഒരു ചിത്രീകരണം നടത്താൻ പോവുകയാണ്. ഈ താഴേക്കുള്ള യാത്ര, ദൈവത്തെ വിട്ട് താഴേക്കുള്ള യാത്ര എങ്ങനെ തുടങ്ങുന്നു എന്ന്. ആദ്യമായി ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല. ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല. ദൈവത്തെ ബഹുമാനിച്ചില്ല. മനുഷ്യർ തിരിച്ചറിയുന്നില്ല. ഈ മനോഹരമായ തേജസ് നിറഞ്ഞ ഈ സൂര്യാസ്തമയം, സൂര്യോദയം കാണുമ്പോൾ ഇതിന് പിന്നിൽ തേജസ്വരൂപനായ ഒരു ദൈവമുണ്ടെന്ന്. ബലമുള്ള ശക്തമായ ഉയർന്ന മലകളും കണ്ടപ്പോൾ അവർ തിരിച്ചറിഞ്ഞില്ല മഹിമയുള്ളൊരു ദൈവമാണ് ഇവ സൃഷ്ടിച്ചതെന്ന്. അത്ഭുതകരമായ വിസ്മയങ്ങൾ കൊണ്ട് നിറഞ്ഞ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ തിരിച്ചറിഞ്ഞില്ല വിസ്മയവും അതിശയവുമായൊരു ദൈവമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന്. അതായത് ദൈവത്തെ അംഗീകരിക്കാൻ മനുഷ്യർ മടിക്കുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ മനുഷ്യൻ മടിക്കുന്നു. ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുന്നില്ല. ഇത് താഴേക്കുള്ള യാത്രയുടെ ആദ്യത്തെ ചുവടാണ്. ദൈവത്തോടുള്ള മനോഭാവത്തിൽ കാണാം ദൈവത്തിൻ്റെ വിശുദ്ധിയും തേജസ്സും മഹിമയും ഔന്നിത്യവും ജ്ഞാനവുമെല്ലാം കുറച്ച് കാണും, അവഗണിക്കും, അംഗീകരിക്കാൻ തയ്യാറല്ല. ഇതൊരു താഴേക്കുള്ള യാത്രയുടെ ഒരു പടിയാണ്. രണ്ടാമതും കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം. ദൈവത്തിനെ മഹത്വീകരിക്കാൻ മാത്രമല്ല, നന്ദി കാണിച്ചില്ല. ദൈവത്തിന് നന്ദി പറഞ്ഞില്ല. അവരുടെ ജീവിതം, അവരുടെ ശിരകളിലൂടുന്ന രക്തം, അവരെ നിലനിൽക്കുന്ന ജീവൻ അവരനുഭവിക്കുന്നു. അവർക്ക് ചുറ്റുമുള്ള ശ്വാസം, വായു അവർ ശ്വസിക്കുന്നു. പ്രവൃത്തികൾ 17:25 പൗലോസ് അരയോപക മധ്യെന്നുകൊണ്ട് പറഞ്ഞുവല്ലേ, ദൈവം നിങ്ങൾക്ക് ജീവനും വായുവും എല്ലാം നൽകി. ദൈവം തന്നെ സമൃദ്ധമായ കാലങ്ങൾ നൽകി, മഴ നൽകി, സമൃദ്ധമായി ആകാശത്ത് മഴ നൽകി. മത്തായി 5:45. ദൈവത്തിൻ്റെ ആഹാരം ദൈവം നിങ്ങൾക്ക് ആഹാരം തന്നു, പോഷിപ്പിച്ച് തൃപ്തി തന്നു, നല്ല കാലങ്ങൾ തന്നു. പ്രവൃത്തികൾ 14:17 എല്ലാ സുഖസൗകര്യങ്ങളും തന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും തന്നു. യാക്കോബ് 1:17. ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ച ദൈവത്തിൽ നിന്ന്, ഇതെല്ലാം കൈനീട്ട് വാങ്ങി. എന്നാൽ ഒരു നിമിഷം പോലും ഒന്ന് നിന്ന് തല ഉയർത്തി ദൈവമേ നന്ദി എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല, ദൈവത്തിന് നന്ദി പറഞ്ഞില്ല. താഴേക്കുള്ള യാത്രയാണ്. പെട്ടെന്ന് വന്ന് വീണതല്ല, പല നാളുകൾ കൊണ്ട് വന്ന വീഴ്ചയാണ്.
തുടങ്ങിയപ്പോൾ ഓർത്തില്ല ദൈവത്തെ ബഹുമാനിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ, ഓരോ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ദൈവത്തെ ഒന്ന് ഉയർത്താൻ, എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തന്നു എന്ന് പറയാൻ ശ്രമിച്ചില്ല. നല്ല വൈദ്യനായതുകൊണ്ട്, എൻ്റെ കൂട്ടുകാരൻ നല്ലതായതുകൊണ്ട്, ഞാൻ നന്നായി പഠിച്ചതുകൊണ്ട് ദൈവമേ നന്ദി എന്ന് പറയാൻ ശ്രമിക്കുന്നില്ല. താഴേക്കുള്ള യാത്രയുടെ സൂചനകളാണ്. നമുക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ. ഇത് പുറജാതികളോട് മാത്രമുള്ള കുറ്റാരോപണമല്ല. ദൈവവചനം ജീവനും ചൈതന്യമുള്ള വചനമാണ്. ഇരുവായ്ത്തലുള്ള വാളാണ്. നമ്മളോട് സംസാരിക്കും. ഏത് സമൂഹത്തോടാണോ പോലും സംസാരിച്ചത്, അത് മാത്രമല്ല നമ്മോടും ഇന്ന് ഇതേ വചനം സംസാരിക്കുകയാണ്. നാം ദൈവത്തെ വേണ്ട വിധത്തിൽ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമെന്നോർത്ത് അവന് നന്ദി പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടരാം നാളെ കൂടുതൽ സത്യങ്ങളിലേക്ക്. താങ്ക് യു.